വടക്കൻ ലെബനോനില് ആക്രമണത്തിന് പോയിട്ടുള്ള ഡയഫർ ഫോഴ്സിന്റെ മൂട്ടിൽ വന്ന് ഹിസ്ബുള്ള ഡ്രോൺ ഇങ്ങനെ പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവരുടെ ഈ ഇവരുടെ ആർമഡ് വെഹിക്കിൾസിനെ ഒക്കെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ പല വാണിങ്ങുകളും ഇതിന്റെ പല റിപ്പോർട്ടുകളും ഇപ്പോ ഇസ്രായേലി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വടക്കൻ ഇസ്രായേലിലെ മേയറുടെ ജനലിനകത്തൂടെ ഡ്രോൺ പറത്തിക്കൊണ്ട് പോവാനുള്ള കപ്പാസിറ്റി ഇപ്പോ ഹിസ്ബുള്ളക്ക് ഉണ്ട് എന്ന് പറയുന്ന ലെവലിൽ വരെ ആ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഏറ്റവും വലിയ എയർ ഡിഫൻസ് സിസ്റ്റം അയൺ ഡോം ഏത് റോക്കറ്റ് ആക്രമണത്തിന് തകർക്കാൻ കഴിയും എന്നുള്ളതാണ്. അതൊക്കെ വെറും എന്താ പറയാ പൊള്ളവാദമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർസോണിക് മിസൈലുകൾ ഇറാൻ തൊടുത്തു വിട്ടപ്പോ എല്ലാം പോയി വീണിട്ടുണ്ട്. ഇതൊക്കെ നോക്കുകുത്തിയായിട്ട് നോക്കി നിൽക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ആ ഒരു സാധനത്തിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഈ കഴിഞ്ഞ ഹമാസുമായിട്ടുള്ള ഈ വാർ ഗസയിൽ നടന്നപ്പോഴും അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവര് ചെറിയ ഈ പറയുന്ന ഷോർട്ടർ ലോഞ്ചറുകളൊക്കെ വെച്ചിട്ടുള്ള അറ്റാക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. ഈ പറയുന്ന അയൺ ഡോമിനടക്കം ഡ്രോണ് വെച്ചിട്ട് ഇവർ ചെന്ന് അടിച്ചിടുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇതിനെ ടാക്കിൾ ചെയ്യാൻ ഒന്നാമത് ഇസ്രായേലിന് പറ്റുന്നില്ല. ഒന്നാമത് ഇസ്രായേൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് വാർഫെയർ ഉണ്ട്. അതായത് ജാം ചെയ്യുക, സിഗ്നലുകൾ പിടിച്ചെടുത്തിട്ട് ഇതിന്റെ പൊസിഷൻ മനസ്സിലാക്കുക, എന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. പക്ഷേ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകളിലെ ഈ പറയുന്ന സിഗ്നലുകൾ പുറത്തു വിടാത്തത് കൊണ്ട് തന്നെ കേബിൾ വെച്ച് കണക്റ്റഡ് ആണ് ഈ സാധനം. അപ്പോ 15 മുതൽ 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്ക് കേബിൾ വെച്ചിട്ട് ഈ സാധനത്തിന് പറന്നു പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് ഇവരുടെ ഈ പറയുന്ന മർക്കേവ ടാങ്കുകള്, അതേപോലെ തന്നെ ഇവരുടെ ആർമഡ് വെഹിക്കിൾസ്, അതേപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ഇവാക്യുവേഷന് നിൽക്കുന്ന ആർമി ഗ്രൂപ്പുകള്, ഇങ്ങനത്തെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഹിസ്ബുള്ളയുടെ ഡ്രോൺ അറ്റാക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നായിരുന്നു. ഈ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികരെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ഇസ്രായേലി ഹെലികോപ്റ്ററുകളുടെ വീഡിയോ. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേല് ഈ ഒരു കൺസേൺ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇവരുടെ പോർട്ടുകള്, ഇവരുടെ വിമാനത്താവളങ്ങള്, അതേപോലെ തന്നെ ഇവര് ഈ കോൺക്രീറ്റ് മതിലിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഇവരുടെ ഈ പറയുന്ന അയൺ ഡോം പോലുള്ള സിസ്റ്റങ്ങൾ, ഇതെല്ലാം ഇപ്പൊ ഫ്രജയിലാണ്. പക്ഷെ ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ എയർ ഡോമിനൻസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ കുറച്ച് വീഡിയോ ഉണ്ട്. ഈ ഹിസ്ബുള്ള പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇവന്മാര് പുറത്തു വിടുന്നുണ്ട്. അപ്പൊ ആ വീഡിയോസ് കുറച്ച് അധികം എണ്ണം ഉണ്ട്, 2-3-4 ഉണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ ആദ്യം. അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെങ്കിലും തരത്തിലുള്ള റെസിസ്റ്റൻസ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലുള്ള റഡാറുകൾക്കോ ഇവരുടെ കയ്യിലുള്ള സിസ്റ്റങ്ങൾക്കോ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് വളരെ ലോ സ്പീഡില്, വളരെ ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞു, വളരെ അതായത് മരങ്ങളിലൊക്കെ തട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മരങ്ങൾക്കൊക്കെ ഇടയിലൂടെ വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഈ ഡ്രോണിനെ
കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് അടുത്തെത്തുമ്പോ മൂട്ടിൽ വന്ന് ഡയപ്പർ ഫോഴ്സിന്റെ മൂട്ടിൽ വന്ന് പൊട്ടുമ്പോഴാണ് ഈ സാധനം മനസ്സിലാവുന്നത് ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതാണ് അവസ്ഥ. അത് മാത്രമല്ല FPV ഡ്രോണുകളാണ്, ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് റിയൽ ടൈം വിഷ്വൽസ് കാണുന്നതുകൊണ്ട് തന്നെ ഒരാൾക്ക് ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് വേറൊരു എൻഡില് കമാൻഡിങ് സെന്ററിൽ ഇരുന്നിട്ട് ഇതിനെ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിച്ചതും ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വാർഫീൽഡിൽ ഉപയോഗിച്ചതും ഉക്രൈൻ ആണ് എന്നുള്ളത് നമ്മൾ കാണണം. കാരണം എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ ഇൻവേഡ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇൻവേഷൻ നടത്തിയ സമയത്ത് റഷ്യക്ക് ഇത്രയധികം തിരിച്ചടി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഉക്രൈൻ അതിനെ റെസിസ്റ്റ് ചെയ്തത്. അതേ പരിപാടി, അതായത് അസിമെട്രിക് വാർഫെയറിനെ ഹിസ്ബുള്ള ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ കാണണം. അതായത് ലെബനോനിൽ നിന്ന് നമ്മൾ ഗസയിൽ വന്ന പോലത്തെ ഒരു വാർത്തയല്ല യഥാർത്ഥത്തിൽ ലെബനോനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഗസയിലെ യുദ്ധത്തിന്റെ ആദ്യ സമയത്ത്, അതായത് ഇവര് കരയാക്രമണം നടത്തിയ സമയത്താണ് യഥാർത്ഥത്തില് ഇസ്രായേലിന് അടികിട്ടി തുടങ്ങിയത്. പക്ഷെ ലെബനോനിലുള്ള വിഷയം അതല്ല. ഈ പറയുന്ന വടക്കൻ ഇസ്രായേലിലോട്ടും തെക്കൻ ലെബനോനിലോട്ടും വന്നിട്ടുള്ള ഇസ്രായേൽ ഫോഴ്സിനെ ഇവര് ഡ്രോൺ വെച്ചിട്ട് മൂട്ടിൽ വന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ ഒരു പരിധി വിട്ടത് കയറാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റുന്നില്ല. പക്ഷെ ഇസ്രായേലിന് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് മാക്സിമം മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ട് ആളുകളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്ന പരിപാടി മാത്രമാണ് ഇസ്രായേലിന് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വൃദ്ധരുടെയും ഒക്കെ ഇങ്ങനെ എടുക്കുക. അതേപോലെ തന്നെ ഗ്രാമങ്ങളിൽ നിന്നും ഈ ആളുകളെ പുറത്താക്കുക എന്ന് പറയുന്ന പരിപാടി മാത്രമേ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഹിസ്ബുള്ളയുടെ ശക്തമായ റെസിസ്റ്റൻസ് യഥാർത്ഥത്തിൽ ലെബനോനിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം.